പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അച്ചടക്ക നടപടിയുടെ പേരിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞതിനെ ചോദ്യം ചെയ്താണ് ഹർജി. സിസ തോമസിനോട് സർക്കാരിന് വിരോധം എന്തിനെന്ന് ഹൈക്കോടതി ഇന്നലെ ചോദിച്ചിരുന്നു. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ എന്താണ്? സിസ തോമസിനോട് സംസ്ഥാന സർക്കാർ വിരോധം കാട്ടുന്നത് എന്തുകൊണ്ടാണ്? ഗവർണർ ഏൽപ്പിച്ച ജോലിയല്ലേ സിസ തോമസ് ചെയ്യുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങളാണ് വിമർശന രൂപേണ സർക്കാരിനോട് ഹൈക്കോടതി ചോദ്യം എന്നുള്ള രീതിയിൽ ഇന്നലെ ഉന്നയിച്ചത്. തന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ അച്ചടക്ക നടപടിയുടെ പേരിൽ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സിസ തോമസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ സർക്കാരിന്റെ മറുപടി ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ സർക്കാർ മറുപടി നൽകുകയാണെങ്കിൽ അത് ഏറെ പ്രസക്തം തന്നെയാണ്. പ്രത്യേകിച്ച് വിരോധം എന്തിനാണ് സർക്കാരിന് സിസ തോമസിനോട് എന്നുള്ള കോടതിയുടെ ചോദ്യം, അതിന് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മറുപടി സംസ്ഥാന സർക്കാരിന് നൽകിയേ മതിയാകും. സിസ തോമസിന്റെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തനിക്കെതിരെ സർക്കാർ കൈക്കൊള്ളുന്നത് പ്രതികാര നടപടിയാണ്. ട്രൈബ്യൂണൽ പോലും അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഇട്ടിട്ടും ഈ പറയുന്ന സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ തിരികെ നൽകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ വാദം എന്നുള്ള രീതിയിൽ സിസ തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. 2023 മാർച്ച് മാസമാണ് സിസ തോമസ് 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചത്. പക്ഷേ അതിനുശേഷം അച്ചടക്ക നടപടിയുടെ പേരിൽ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ തടഞ്ഞു വെക്കുകയായിരുന്നു. ട്രൈബ്യൂണൽ ആദ്യഘട്ടത്തിൽ അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഇട്ടിരുന്നുവെങ്കിലും അതിനനുസരിച്ച് സർക്കാർ നടപടി സ്വീകരിച്ചതുമില്ല. തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഓക്കെ, ശരി രേഷ്മ.